ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫോർത്ത് ഡേ, ഡൽഹി വന്നിട്ട് 4ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നൊരു ഫുൾ ഡേ ഡൽഹിയിലെ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് കുറേ പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങളിതുവരേക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളും ലൈക്സൊക്കെ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സരോജിനി നഗർ മാർക്കറ്റ് എല്ലാം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. ഷോപ്പിംഗ് അല്ലെങ്കിൽ ഡ്രസ്സ് മേടിക്കാൻ ഒരു ഐഡിയ മനസ്സിലേക്ക് വരികയാണെങ്കിൽ എന്തായാലും സരോജിനി നഗറിലാണ് എല്ലാവരും എന്താ പറയുക ലാസ്റ്റ് എൻഡ് പോയിൻ്റ് എന്ന് പറയാം. പക്ഷേ ഞങ്ങളിന്ന് വന്നത് വേറൊരു പ്രോബ്ലം ഉണ്ടായി. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ന് മൺഡേ ആണ്. ശരിക്കും മൺഡേ സരോജിനി നഗർ മാർക്കറ്റ് ഓഫ് ഡേ ആണ്. പക്ഷേ ഈ ഓഫ് ഡേയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇത്രയും നമ്പർ ഓഫ് ഷോപ്പുകൾ അവിടെ തുറന്നു വെച്ചിരിക്കുന്നു ഓഫ് ഡേയിൽ. അപ്പം നോർമൽ മൺഡേ അല്ലാത്ത മറ്റുള്ള ദിവസങ്ങളിലൊന്നും ആലോചിച്ച് നോക്കിയേ എത്ര തിരക്കുണ്ടാവും ഇവിടെ നിന്ന്. ഇപ്പം ഞങ്ങൾ വന്നത് രാവിലെയാണ്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ കണ്ടറിയാം ഞങ്ങൾ വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര ഡിഫറൻസാണ്. രാവിലെ വന്ന് കണ്ടതിൻ്റെ ഒരു 10 ഇരട്ടി ആൾക്കാരാണ് വൈകുന്നേരത്തേക്ക് ഉണ്ടാവുക. പിന്നെ ഷോപ്പുകളും കൂടും. ഷോപ്പുകൾ കൂടുക എന്ന് പറഞ്ഞാൽ ഷോപ്സായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അധികം. കാരണം ഇങ്ങനെ കടകളുടെ മുന്നിൽ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ട് അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൊണ്ടു വിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ മൺഡേ ആയിട്ടും ഇത്രയും ഷോപ്പുകളുണ്ട്, ആൾക്കാരുണ്ട്. അതുമാത്രമല്ല ഇൻ ബിറ്റ്വീൻ മഴ പെയ്തിരുന്നു. അതൊരു എന്താ പറയുക, ഞങ്ങളവിടെ കുറച്ച് നേരം സ്റ്റക്കായിപ്പോയി. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്നിട്ട് 5-5:30 ആയി ഞങ്ങൾ ശരിക്ക് ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എത്ര ഷോപ്പ് ചെയ്തെന്ന്. എന്താ പറയുക, ഞങ്ങളതൊരു മനസ്സിൽ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇവിടുന്ന് പോയതും. അപ്പം ഇങ്ങോട്ട് വരുമ്പം ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ ഡ്രസ്സ് തന്നെ കുറച്ച് കൊണ്ടുപോയിട്ട് ഈ ഡ്രസ്സുകൾ കൊണ്ടുവരാൻ മാത്രം ഞങ്ങൾ ഇവിടുന്ന് ബാഗും പാക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, എന്താ പറയുക, നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ 80 രൂപേൻ്റെ ഇത് കണ്ടില്ലേ, ഈ ഒരു ഡ്രസ്സ് കണ്ടില്ലേ, 80 അല്ല 50 രൂപ മുതൽ 50 റുപ്പീസ് മുതൽ 5,000 5 lakhs വരെയുള്ള ഡ്രസ്സുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏത് റേഞ്ചിലുള്ള ഡ്രസ്സും റേഞ്ചിലുള്ള ഡ്രസ്സും നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ അതുമാത്രമല്ല ഏത് തരം ക്വാളിറ്റി ഉള്ളത് വേണമെങ്കിലും നമുക്ക് അതനുസരിച്ച് സെലക്ട് ചെയ്യാം. പിന്നെ 50 രൂപയ്ക്ക് ഞാനും വിചാരിച്ചു എങ്ങനെ ഇവർക്ക് വിൽക്കാൻ പറ്റുമെന്ന്. കാരണം 50 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ സ്റ്റിച്ചിങ് ചാർജ് അല്ലെങ്കിൽ ക്ലോത്തിങ് ചാർജ് അതിൽ കൂടുതലുണ്ട്. പക്ഷെ അത്രയ്ക്കധികം കോമ്പറ്റീഷനാണ് ഇവിടെയുള്ളത്. ഇതിപ്പോൾ ഒരാളോ രണ്ടാളോ വിൽക്കുന്നതല്ല. ഇപ്പോൾ 50 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് നമ്മൾ എടുത്തില്ലെങ്കിൽ, വില കൂടിയെന്ന് പറഞ്ഞ് എടുത്തില്ലെങ്കിൽ, അല്ല ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചില്ലെങ്കിൽ അടുത്ത കട ഇതിൽ വില കുറഞ്ഞ് കിട്ടും. അതാണ് ഞങ്ങൾ ആദ്യം ഫുള്ള് റൗണ്ട് ചെയ്തിട്ട് ഏകദേശം നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്ന് ആദ്യം ഒരു ലിസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒരു റേറ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. കാരണം നമ്മൾ കാണുന്ന ഉടനെ തന്നെ വാങ്ങിക്കരുത്. ഇപ്പോൾ 150 രൂപയ്ക്ക് ഈ ഒരു ജീൻസ് കണ്ടു എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അതിനേക്കാളും കുറവ് മറ്റുള്ള സ്ഥലത്തുണ്ടാവാം. അപ്പോൾ ഒരു കമ്പാരിസൺ എന്തായാലും ഉണ്ടാവണം. നമ്മൾ വാങ്ങിക്കുന്ന കാര്യങ്ങൾ, വാങ്ങാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ലിസ്റ്റ് അല്ലെങ്കിൽ മനസ്സിൽ കാണുക, അത് എവിടെ കിട്ടും, ഏതൊരു കമ്പാരിസൺ ചെയ്തിട്ട് വാങ്ങിക്കുക. അതേ ഉള്ളൂ കാര്യം. പിന്നെ ഇവിടെ നിന്ന് പെട്ടെന്നൊരു സാധനം വാങ്ങിച്ചിട്ട് പോകാമെന്നൊന്നും വിചാരിക്കരുത്. ഇതിനുള്ളിൽ വരികയാണെങ്കിൽ ഷുവർലി നമുക്കൊരു പെർ ഡേ, ഒരു ഫുൾ ഡേ തന്നെ വേണ്ടി വരും. കാരണം അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചിട്ട് പോവില്ല ആരും. കാരണം അത്ര കാണാൻ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായിട്ട് വരുന്ന ഒരാളൊന്നും ഇവിടെ ഒരു ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാതെ പോവില്ല. അത്രയ്ക്ക് കാണാൻ തന്നെയുണ്ട്. വെറൈറ്റി ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ. നമ്മളിപ്പോൾ ഒരു ട്രെൻഡ് ക്രിയേറ്റിംഗ് സെൻറ്റർ എന്നൊക്കെ പറയാമല്ലോ ഡൽഹി. അപ്പോൾ അവിടെ എന്തൊക്കെ പുതിയ മോഡൽ ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. ഡ്രസ്സ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ബെൽറ്റുകൾ, ഷൂസ്, ചപ്പൽസ്, ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഡ്രസ്സ്, അവിടെ ഇല്ലാത്തതൊന്നുമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന പോലെ പെർമനൻറ്റ് കൺസ്ട്രക്ഷൻസ് ഉള്ള ബിൽഡിങ്ങുകളൊന്നും അല്ലല്ലോ. നോർമൽ ഫേമസ് ഷോപ്പുകളൊക്കെ പോലെ പെർമനൻറ്റ് കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങുകളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർക്കെന്താ ഈ റെൻറ്റും കാര്യങ്ങളൊന്നും അത്ര വരില്ലല്ലോ. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടും.
പിന്നെ എന്ത് മോഡൽ സാധനങ്ങളും ഇവരെ അവൈലബിൾ ആണ്. പിന്നെ ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും സാധനങ്ങളാണെങ്കിലും അവർ വില എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അതിലും ബാർഗെയിനിങ് ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ട പാടെ വില അതിൽ എഴുതി വെച്ചിരിക്കുന്ന വില കണ്ടിട്ട് അന്ന് അതിന് 150 രൂപയ്ക്ക് വാങ്ങിക്കാമല്ലോ, 750 രൂപയ്ക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ നേറ്റീവ് ആൾക്കാർ തന്നെ ഈ ഒരു ബസാറിന് അല്ലെങ്കിൽ മാർക്കറ്റിന് പറയുന്ന പേര് ബാർഗെയിനിങ് മാർക്കറ്റ് എന്നാണ്. എന്ത് സാധനം നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. ഇത് ഡൽഹീൻ്റെ ഒരു സൗത്ത് വെസ്റ്റ് പാർട്ടായിട്ട് തന്നെ ആ സൈഡിലത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ വരിക. ഈ സരോജിനി മാർക്കറ്റ് എന്ന് പേര് വരാൻ കാരണം നമ്മൾ സരോജിനി നായിഡുവിൻ്റെ ഒരു മെമ്മറീസിന് വേണ്ടി തന്നെയാണ് ആ പേര് ഇവിടെ വന്നത് തന്നെ. അതുമാത്രമല്ല ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത് വളരെ ഈസിയാണ്. അപ്പം ഡൽഹിയിൽ നിന്ന് ഏതൊരു ഭാഗത്ത് നമ്മൾ സ്റ്റേ ചെയ്യുകയാണെങ്കിലും അവിടെ നിന്നൊരു മെട്രോ ട്രെയിൻ എടുത്താൽ മതി. മെട്രോയിൽ കയറിയിട്ട് INA മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി. അതാണ് ഇവിടുത്തെ നിയർ ബൈ മെട്രോ സ്റ്റേഷൻ. ഈ സരോജിനി നഗറിന്ന് INA സ്റ്റേഷനിൽ ഇറങ്ങുക. പിന്നെ അവിടുന്ന് ഒരു വാക്കബിൾ മേ ബി 1 കിലോമീറ്റർ മാക്സിമം ഉണ്ടാവുമായിരിക്കും ഈ ഒരു ഏരിയയിലേക്ക് അല്ലെങ്കിൽ സരോജിനി നഗർ മാർക്കറ്റിലേക്ക്. ഇല്ലെങ്കിൽ അവിടെ തന്നെ ഈ ചെയിൻ ടൈപ്പ് ഓഫ് ഓട്ടോസ് എപ്പോഴും ഉണ്ടാവും. ഒരു 20 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ ഡൽഹിയിലൊക്കെ 20 റുപ്പീസ് ട്രാവൽ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അത് വളരെ കുറവാണ്. ഒരു 20 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗം ഈ സരോജിനി മാർക്കറ്റിൽ വന്നെത്താൻ പറ്റും. അപ്പോൾ കോസ്റ്റ്ലി അല്ല എന്ന് പറഞ്ഞാൽ ട്രാവലിംഗ് ഒരു കോസ്റ്റ്ലി അല്ല അവിടെ. പിന്നെ മോസ്റ്റ് ഓഫ് ടൈമിൽ നമ്മൾ മെട്രോ പ്രിഫർ ചെയ്യാൻ മതി. ഡൽഹിയിൽ എവിടെ പോയാലും മെട്രോ പ്രിഫർ ചെയ്യുക. പെട്ടെന്ന് തന്നെ എത്തും എന്നുള്ളതാണ് വേറൊരു കാര്യം. പെട്ടെന്ന് എത്തും. പിന്നെ കമ്പാരിറ്റീവ്ലി ചീപ്പ് റേറ്റുമാണ്. നമ്മൾ പേഴ്സണൽ ടാക്സി വിളിച്ചോ അല്ലെ ബസ്സിൽ പോവുകയാണെങ്കിൽ ഉള്ള ബസ്സിൽ പിന്നെ വേറൊരു ഓപ്ഷൻ എന്നുള്ളത് ലേഡീസിന് അവിടെ ബസ്സിന് ചാർജ് ഇല്ല കേട്ടോ. നമ്മൾ തമിഴ്നാട്ടിലെ പോലെ തന്നെയാണ്. ലേഡീസിന് അവിടെ ബസ്സിന് ചാർജ് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബസ്സിനാണ്. നോർമൽ ബസ്സിന് എക്സ്പ്രസ്സോ അങ്ങനെയൊന്നുമല്ല. അങ്ങനെയുള്ള ബസ്സുകൾക്ക് ലേഡീസിന് ചാർജ് ഇല്ല. മെട്രോയ്ക്കും വലിയ റേറ്റൊന്നുമില്ല. ഒരു വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബസ്സിന് വരികയാണെങ്കിൽ നമ്മൾ ലേറ്റ് ആവും ഓരോ സ്ഥലത്ത് എത്താൻ. പക്ഷേ മെട്രോയിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ സെക്കൻഡ്സ് കൊണ്ട് ഒരു 20 മിനിറ്റ്സിനൊക്കെ കൊണ്ട് നമുക്കെന്ത് ഞങ്ങൾ താമസിച്ചിരുന്ന ഒരു ഏരിയയിൽ നിന്ന് ശരിക്കും ഇവിടെ എന്താ പറയുക സരോജിനി മാർക്കറ്റിൽ എത്തി. അപ്പോൾ മെട്രോ ഒരു കംഫർട്ടബിൾ ട്രാവലിംഗ് ഓപ്ഷനാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ. പിന്നെ ഡൽഹിയിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള ഒരാൾ കമ്പൽസറി ആയിട്ടും ഈ സരോജിനി മാർക്കറ്റിൽ വന്നിട്ടുണ്ടാവും. അതിപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് വരണമെന്നല്ല. ഡൽഹിനെ കുറിച്ച് അറിയാവുന്ന ഒരാൾ അല്ലെ ഡൽഹിയിൽ വരണമെന്ന് പ്ലാൻ ചെയ്ത ഒരാൾ സമയമുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഈ ഒരു മാർക്കറ്റിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ക്ലോത്തിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്തത്. ഇത് ക്ലോത്ത് അല്ലാതെ ഇലക്ട്രോണിക് ഐറ്റംസ് വേണ്ടവർക്ക് അങ്ങനെ ഒരു റീജിയനിൽ പോകണമെങ്കിൽ പോവാം. അതല്ലെങ്കിൽ വണ്ടികൾ പാർട്സുകൾ, അതായത് ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആണെങ്കിൽ അവിടെ പോവാം. ബുക്സുകൾ റിലേറ്റഡ് അല്ലെ എന്താണെങ്കിലും ഡൽഹിയിൽ അതിനു വേണ്ടി മാത്രം ഒരു ഏരിയ, ഒരു വാസ്റ്റ് ഏരിയ ഉണ്ട്. അത് നമുക്ക് 50 ഇപ്പോൾ ഇത് പറഞ്ഞ പോലെ തന്നെ 50 രൂപയ്ക്ക് വാങ്ങിക്കാൻ കഴിവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കുണ്ട്. 5 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് വാങ്ങിക്കാൻ പറ്റുന്നവർക്കാണെങ്കിൽ അവർക്കുള്ള വെറൈറ്റി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് തരം ഐറ്റംസ്, ഇലക്ട്രോണിക് ഐറ്റംസും ആണെങ്കിൽ പോലും എന്താ പറയുക വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ക്വാളിറ്റി ഐറ്റംസ് കിട്ടുന്ന ഒരു ഏരിയ ആണ് ഡൽഹി. അപ്പം ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഷോപ്പിംഗ് കമ്പൽസറി ആവണം. എന്താ പറയുക അത് മിസ്സാവണ്ട. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഈ സരോജിനി മാർക്കറ്റിന്. അപ്പോൾ ശരി, അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.